ബിഗ് ബോസ് മലയാളം സീസൺ 8 വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ബിഗ് ബോസ് പ്രേമികളെല്ലാവരും. ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇതേക്കുറിച്ച് തന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും. അക്കൂട്ടത്തിൽ ഇപ്പോൾ ഇതാ കുറച്ചും കൂടെ നല്ല നല്ല വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ എല്ലാ സീസണുകളിലെയും പ്രധാന സ്പോൺസർമാരിൽ ഒരാളായിരുന്നു റോയ്. എന്നാൽ കുറച്ചാഴ്ചകൾക്ക് മുൻപാണ് അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഇനി എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും ചോദിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്കിടയിലേക്ക് പുതിയ ചില വകുപ്പുകളിലുള്ള പുതിയ ചില വിവരങ്ങളൊക്കെ തന്നെയും പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ പണികളും പ്രശ്നങ്ങളും ഒക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉണ്ടാവുക. മറ്റത് 7 പണിയാണെങ്കിൽ ഇത് 8 പണിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൂടുതൽ നോക്കാം. കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജിം ആയിരിക്കും. ഡേഞ്ചർ റൂം എന്ന് പറയുന്ന ഒരു സംവിധാനം മിക്കവാറും ഉണ്ടാകും. സ്പോൺസർമാരിൽ ചിലപ്പോൾ കൂടുതലും കുറവും ഒക്കെ ഉണ്ടായേക്കാം. എന്തൊക്കെ ആയാലും റോയ്സ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇത്തവണയും ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇനി ഇതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്നുള്ളത് വഴിയെ തന്നെ അറിയാം. എന്തൊക്കെ ആയാലും നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പ്രകാരം മിക്കവാറും വെക്കേഷൻ സമ്മർ മാസത്തിലായിരിക്കുക തുടങ്ങുക എന്നുള്ള രീതിയിൽ തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ വർഷം കുറച്ച് വൈകിട്ട് തന്നെയായിരുന്നു ബിഗ് ബോസ് ആരംഭിച്ചത്. എന്നാൽ ഇപ്രാവശ്യം റോയ് സാറും കൂടെ അന്തരിച്ച സ്ഥിതിക്ക് അതുപോലെ തന്നെ വൈകിട്ടായിരിക്കുമോ ബിഗ് ബോസ് മലയാളം സീസൺ 8 ആരംഭിക്കുക എന്നാണ് പലരും തിരക്കുന്നത്. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ റോയ് സാർ ഇല്ലെങ്കിൽ ബിഗ് ബോസിന് ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമായിരിക്കുമെന്ന് പലരും കമന്റ് ബോക്സിലൂടെ കുറിച്ചത് കണ്ടു. എന്നാൽ ബിഗ് ബോസിന് പകരം മറ്റൊരു ഷോ എന്നാലോ എന്നൊക്കെയാണ് പലരും ഇപ്പോൾ കമന്റ് ബോക്സിലൂടെ തന്നെ കുറിക്കുന്നത്. അതേസമയം ഇപ്പോൾ മറ്റൊരു ഷോയെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. 50 റിയാലിറ്റി ഷോ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഫ്രഞ്ച് രീതിയിലൊക്കെ കൊണ്ടുവന്ന ഒരു റിയാലിറ്റി ഷോ തന്നെയാണിത്. ഇതിലുള്ളത് 50 സെലിബ്രിറ്റികളാണ്. ഇതിനോടകം തന്നെ എപ്പിസോഡുകൾ പുറത്തു വന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. 50 സെലിബ്രിറ്റീസിനെ വെച്ചുകൊണ്ട് 50 ദിവസം ഓടുന്ന ഒരു റിയാലിറ്റി ഷോയാണ്. ബിഗ് ബോസിനെ പോലെ തന്നെ ഉള്ളതാണ്. ഇതിനി മലയാളത്തിൽ വരുമോ എന്നാണ് ആരാധകർ എല്ലാവരും ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ബിഗ് ബോസ് മലയാളം സീസൺ 8 വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും. കഴിഞ്ഞ സീസണിൽ തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഏതാനും നാളുകൾ മാത്രമേ ബിഗ് ബോസ് മലയാളം സീസൺ 8 ആരംഭിക്കാനുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ അതിലൊന്നും ഒരു മാറ്റവുമില്ല.